ആ അപ്പം അങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്. നിനക്ക് അവളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണ്. ആ, ആരൊക്കെ വന്ന് കുറുക്ക് നിന്നാലും അവളെ കല്യാണം കഴിക്കാൻ നിനക്ക് ധൈര്യമുണ്ട്? ധൈര്യമുണ്ട്. കല്യാണം കഴിച്ച അവളെ പൊന്നുപോലെ നോക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. അത് മതിയടേ. ഈ ജാതി മതമൊക്കെ ആളുകളെ ഭിന്നിപ്പിക്കാനുള്ളതല്ല, ഒന്നിപ്പിക്കാനുള്ളതാണ്. അത് മനസ്സിലാകാത്ത ചില കിഴങ്ങന്മാരാണ് കാലാകാലങ്ങളായിട്ട് ഈ പ്രേമത്തിന് എതിരേക്കണത്. 2012 ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. നീ അവളെ കെട്ടും, അവള് നിന്നെ. നമ്മൾ കൂടെ ഉണ്ടാവും. നിലവറയ്ക്കകത്ത് സ്വർണവും നെഞ്ചിനകത്ത് സ്നേഹവും നിറഞ്ഞ ശ്രീ പത്മനാഭസ്വാമിയുടെ നാട്ടുകാരനാടെ ഞാൻ. വാക്ക് പറഞ്ഞ വാക്ക് തന്നെ. ആയിഷ റഹ്മാനെ ആയിഷ വിനോദാക്കി മാറ്റും നമ്മള്. ജനമൈത്രി പോലീസ് തലശ്ശേരി സ്റ്റേഷന്റെ ഇനിയുള്ള നാളുകൾ അതിനു വേണ്ടിയാ. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ കഴിച്ചോളൂ. അച്ചാറുണ്ട്, ചള്ളാസുണ്ട്. ബിരിയാണി നമ്മള് ദേശീയ ഭക്ഷണമാക്കി പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു സാറേ. മട്ടൻ ബിരിയാണി മതിയായിരുന്നു അല്ലേ? കാറ് നേരത്തെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചല്ലോ, അത് എന്തെന്നാ? അത് അമേരിക്കയിലെ ചില പോലീസുകാർ കാണിക്കണ ചില വിദ്യയാണ്. അത് എന്താ അതിന്റെ അർത്ഥം? അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല. നീ വാരി പൊത്തലേ. ബിരിയാണി ഒരു അല്പം ചതിച്ചോന്നൊരു സംശയം. ഇനി വേറെ മേടിയൊന്നും നടക്കില്ല കേട്ടാ. ഉള്ളത് വാരി കയറ്റി. എന്തായാലും ബിരിയാണി അല്ലേ, നമുക്ക് അങ്ങ് കഴിക്കാന്ന്. ഓ കഴി 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 കഴി. ഇതെന്താ ആശങ്ക ലേറ്റ് ആയത്? കോഴിക്കോട് നിന്ന് ഓടിയെത്തണ്ടേ? റോഡ് മോശമായിരുന്നു. ഇതൊക്കെ ഇനി എന്നാ നന്നാക്കുക? 10 വർഷം കൊണ്ട് പ്രതീക്ഷിക്കാം. അകത്തേക്ക് ചെല്ലേ, വെല്ലുമ്മ കാത്തിരിക്കുക. ഫേസ്ബുക്കിൽ ഞാൻ റിക്വസ്റ്റ് അയച്ചിരുന്നു. കിട്ടിയിരുന്നു. ആക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. വേണ്ടാന്ന് തോന്നി. ഓ, കഴുതയ്ക്ക് ചുരിദാറിട്ട പോലെ ഇരിക്കുക. എന്നിട്ട് കാവ്യ മാധവനാന്ന വിചാരം. ഓ ആ വിനോദേ, ഇല്ല ഞാൻ വീട്ടിലാ. ഈടെ വല്യമ്മാന്റെ പിറന്നാളാഘോഷിക്കാ. ഓ, അത് എന്താടാ? ഞാൻ വീട് വിട്ടിറങ്ങി. എന്തു പറ്റിടാ? സ്റ്റേഷനിൽ കിടന്ന അച്ഛനറിഞ്ഞു. 1ഉം 2ഉം പറഞ്ഞ് വഴക്കായി, തർക്കമായി. അവസാനം ഞാനങ്ങ് ഇറങ്ങിപ്പോന്നു. നീ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഈടെ മൊത്തം ആളാ. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഞാൻ വാശിപ്പുറത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഷഡ്ഡി പോലെ എടുത്തിട്ടില്ല. ഷഡ്ഡി ഞാൻ തരാടാ. ഞാനിപ്പോൾ ഷഡ്ഡി ഇടാറൊന്നുമില്ല. ഇനി ഫോൺ വെക്ക്. ഓക്കെ. ആ അബ്ദു, ഞാൻ സ്റ്റേഷനിലേക്ക് പോന്നു. ആ നീ വാ. കഴിഞ്ഞ തവണ കിടന്ന സെല്ല് തന്നെ പോരെ? മതി സർ. കൊതുക് ശല്യം അല്പം കൂടുതലല്ല. കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല സർ. സുഭാഷേ, ഗുഡ് നൈറ്റ്. ശരി സാർ, ഗുഡ് നൈറ്റ്. അതല്ലടേ, ഒരു ഗുഡ് നൈറ്റ് വാങ്ങിച്ചിട്ട് വാ. കല്യാണം കഴിച്ച് വെറുതെ അല്ല, വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. പുറത്ത് ഭയങ്കര മഴയാ. കർക്കിടം കഴിയുന്നവരെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇരുന്നോട്ടെ സാറേ. ഇതെന്തരടി, സത്രവാ? ചെല്ല് ചെല്ല്. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. താമസിക്കാനുള്ള സ്ഥലമൊന്നും പ്രശ്നമല്ല. നമ്മുടെ ഷെരീഫിന്റെ മുറിയൊക്കെ ഒപ്പിച്ചെടുക്കുക. പക്ഷെ അവളെ കെട്ടണമെങ്കിൽ നീ ആദ്യം സ്വന്തം കാലിൽ നിൽക്കണ്ടേ? ഇപ്പോൾ ഉള്ള പഠനത്തിലും ഉപരിപഠനത്തിന് നിനക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ബിസിനസ് തന്നെ കൊള്ളാം. പക്ഷെ ഏത് ബിസിനസ്സിലും ഒരു ക്യാപിറ്റൽ വേണ്ടേ? എൻ്റെ കയ്യിൽ ഒന്നുമില്ല സർ. നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ബാങ്ക് ലോണിന്റെ കാര്യങ്ങളൊക്കെ ഗോവി തന്നെ. പക്ഷെ ചെറിയൊരു സംഖ്യയെങ്കിലും കയ്യിലില്ലാതെ ഒരു ബിസിനസ്സും തുടങ്ങാൻ പറ്റൂല. എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ ഒപ്പിച്ചേ പറ്റൂ. സാർ ഷഡ്ഡി അല്ല വിനോദിനടെ. നീ എവന്റെ ഷഡ്ഡിയാണ് ഇട്ടോണ്ടിരിക്കണത്? പാതിരാത്രിക്കാണോടാ ഷഡ്ഡി? എന്നാ നാളെ വരാം സാർ. നിക്കടേ,
വരി 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 വാ. കാശിനെന്ത് ചെയ്യും? ഡേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടേ. എന്ത് ചെയ്യും? സാർ ഒരു ഐഡിയ ഉണ്ട്. പോലീസുകാർ വിചാരിച്ച പെട്ടെന്ന് നടക്കുന്ന കച്ചവടമുണ്ട്. ഹെൽമറ്റ് കച്ചവടം. ഉത്തര മലബാറിൽ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്താണ് തലശ്ശേരി. മുനിസിപ്പാലിറ്റിയും ചുറ്റുപഞ്ചായത്തും എല്ലാം കൂടി 2 ലക്ഷത്തോളം ആൾക്കാരുണ്ട്. ഇതിൽ 47% ആണുങ്ങളാണ്. അതിലേകദേശം 50% ചെറുപ്പക്കാരും. OV റോഡിലും AVK നായർ റോഡിലൊക്കെ സീറിപ്പാഞ്ഞു പോകുന്ന ബൈക്കുകളിൽ കാണാം ഹെൽമെറ്റ് ഇടാത്ത ആയിരക്കണക്കിന് തലകൾ. ആ തലയിലൊക്കെ ഹെൽമെറ്റ് ഇടിച്ചാൽ പോരെ സാറേ? മതി, അത് മതിയടേ. നിനക്കത്രയ്ക്ക് വിവരമുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നേ. എനക്കും. സുഭാഷ് ഷാജു, നാളെ തന്നെ നമ്മൾ ഇറങ്ങുന്നു. മുഴുപ്പിലങ്ങാട് ഫെസ്റ്റ്, കാർണിവല്, സിനിമാ തിയേറ്റർ, കോളേജ്, സിവിൽ സപ്ലൈസ്, ചെറുപ്പക്കാരുടെ എല്ലാ സ്ഥലത്തും യവന്മാരെയൊക്കെ നമുക്ക് ഹെൽമെറ്റ് ഇടിച്ചേ പറ്റൂ. നീ റെഡിയല്ലേ? വാ. ആ സാറേ, നമ്മളെത്തി. തലശ്ശേരി സ്റ്റാൻഡിൻ്റെ പുറകിലുണ്ട്. ഓക്കെ സാർ. ആ അതെടുക്കും. Life is precious, helmet necessary. Sharia. Life is precious, helmet necessary. Sharia. Helmet illar endu barkattu. Barkattu venengil helmet. Helmet illar endu barkattu. Barkattu venengil helmet. Life is precious, helmet necessary. Sharia. Life is precious, helmet necessary. Sharia. Life is helmet, 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 helmet. Life is ഈ തലശ്ശേരി സിറ്റി സെന്ററിൽ എൻ്റെ ഒരു സുഹൃത്ത് ജമാലിൻ്റെ കമേഴ്ഷ്യൽ സ്പേസ് ഉണ്ട് കേട്ടോ. കമേഴ്ഷ്യൽ സ്പേസ് ഒന്നും പറഞ്ഞുകൂടാ, ചെറിയൊരു മുറി. മകൻ ഇൻ്റർനെറ്റ് കഫേ തുടങ്ങാൻ വേണ്ടി കൊടുത്തു. പക്ഷേ ചെല്ലുന്ന നിങ്ങളുടെ ഫയലുകളല്ലേ. പങ്കജ് ടാക്കീസിൽ ഈ ആപ്പടം കാണുന്ന സകല ബിരുദന്മാരും ആ കഫേയിലും കയറി കുറ്റിയടിച്ച് അവസാനം എന്തിനു പറ്റി? അതങ്ങ് അടച്ച് പൂട്ടേണ്ടി വന്ന്. പക്ഷെ ഒരു ഗുണമുണ്ടായി, കുറെ കള്ളവന്മാർ ഇൻ്റർനെറ്റിൽ കയറി ഞാഞ്ഞു തുടങ്ങി. വാ, നിന്റെ സ്ഥാപനത്തിന് ഈ മുറി കറക്റ്റ് ആയിരിക്കും. അതിരിക്കട്ടെ, ഐശ്വര്യനെ പറ്റി സംസാരിക്കാം. ഇല്ല, കോളേജ് അവധിയാ. വീട്ടിൽ വിളിക്കുന്ന റിസ്ക്കാണ്. മൊബൈലില്ലേ? നല്ല കുട്ടി. ഈ മൊബൈൽ ഫോൺ ഒരു വൃത്തികെട്ട സാധനമാണ് കേട്ടാ. കേരളത്തിലുള്ള സകല ചെറുപ്പക്കാരുടെയും പ്രേമം പൊളിയുന്നത് ഈ മൊബൈൽ കാരണം. ഇതിൽ കൂടെ സൊള്ളൽ ആരംഭിച്ച ഉടനെ വീട്ടുകാർ ശ്രദ്ധിക്കും. അപ്പൊ പിള്ളേർ പറയും സബ്ജക്റ്റിലെ ചില ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനാണെന്ന്. ഈ മൊബൈൽ ഫോണിൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന മക്കളെ കണ്ടാൽ തന്നെ അച്ഛനും അമ്മയ്ക്കും ഡൗട്ട് ക്ലിയർ ആവും. പിന്നെ ഫ്രീ SMS എന്ന് പറഞ്ഞൊരു തൊലിഞ്ഞ ഏർപ്പാടുണ്ട് കേട്ടാ. ഉമ്മ 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 അങ്ങോട്ട്, ഉമ്മ 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 ഇങ്ങോട്ട്. എന്തോന്നടേ ഇത്? ഈ ടെക്നോളജി കൊണ്ട് കുറച്ച് പൈസകൾ ചെലവാകുന്നല്ലാതെ ഒരു കാര്യമില്ല. സ്ഥിരമായിട്ട് സംസാരിച്ചുകൊണ്ട് കണ്ടതുകൊണ്ട് ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റൂല. ഐശ്വര്യ റായ് നമ്മൾ ഡെയിലി കാണുകയല്ലേ? എന്തിനെങ്കിലും അറിയാവിടല്ലേ അവളെ പറ്റി? നിനക്ക് ഐഷ ആരെന്നറിയോ? അവളുടെ ഇഷ്ടപ്പെട്ട നിറം ഏതെന്നറിയോ? ശരി, അവളുടെ ഉമ്മയുടെ പേരെങ്കിലും അറിയോ? ഇല്ല. അതാണ് പറഞ്ഞത്. അവളെ നീ അറിയണം, അവളുടെ മനസ്സറിയണം. അതിന് നീ എഴുതണം. നിന്റെ സ്വപ്നങ്ങളെപ്പറ്റി, അവളോടുള്ള സ്നേഹത്തെപ്പറ്റി. എഴുതുന്ന ഓരോ അക്ഷരത്തിലും നിന്റെ മനസ്സുണ്ടാവണം. അപ്പോൾ മറുപടി കത്തിലെ ഓരോ അക്ഷരത്തിലും അവളുടെ മനസ്സുണ്ടാവും. കുറേ നേരം ആയല്ലോ. കളി. മനസ്സും തമ്മിൽ അടുക്കുമ്പോഴല്ലേ പ്രേമം ഉണ്ടാവണത്, അല്ലാതെ ഒരു തേങ്ങ ഉണ്ടാവില്ലേ?
കത്ത് വീട്ടിൽ പിടിച്ചാലോ? അത് ആലോചിക്കണം. ഓ, എല്ലാ കാര്യത്തിനെ പറ്റിയിട്ട് പറയാം. ഈ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരവില്ല അല്ലേ? എല്ലാത്തിനും ഉത്തരവുണ്ട. പിന്നെ ഞാൻ പോലീസ് പരിപാടി വല്ല രാഷ്ട്രീയ സേവനത്തിനും പൊക്കൂടെ? സർ ഇതും ഒരു രാഷ്ട്ര സേവനമല്ലേ? എന്തരോ എന്തോ. ലെറ്റർ സേഫായിട്ട് എത്തിക്കാൻ ഒരു വഴിയുണ്ട്. ആയിഷയ്ക്ക് ട്യൂഷൻ എടുക്കുന്ന ഓളെ ബന്ധു എൻ്റെ പഴയ ചെങ്ങായിയാ. എന്നിട്ട് നീ പറയാനേ? എന്നോട് എന്തെങ്കിലും പറഞ്ഞ അപ്പൊ പണി വരൂലേ? അയാളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിക്കാൻ ശ്രമിച്ചു നോക്കാം. പക്ഷെ ഓനൊരു എച്ചിയാടാ. എന്താ അവന്റെ പേര്? ഇമ്മാരി ചൊക്കിളി പരിപാടിയായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അബ്ദുൽ ഖാദറിന്റെ അടി പേടിച്ചിട്ടാ? അബ്ദുൽ ഖാദറിന്റെ അടിയും വടിയൊന്നും എനിക്ക് പേടിയില്ല. എൻ്റെ ഉപ്പാൻ്റെ പൈസ കൊണ്ട് ബിസിനസ് തുടങ്ങിയാണ് ഓനിപ്പോൾ വലിയ അണ്ടർപണ്ടറൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് പുല്ല്. ഡാ, ഇവൻ ഈ പറഞ്ഞ എല്ലാം റെക്കോർഡായിട്ടില്ലേ? എല്ലാം റെക്കോർഡായിട്ടുണ്ട്. ചെക്ക് ചെയ്യണോ? വേണ്ട. അളിയ നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ അളിയ? പറ്റിച്ചതാണല്ലേ. നീയൊക്കെ എത്രയേ ഉള്ളൂ. മതിയടാ മതി. ഇനി എല്ലാം ട്രീറ്റിന് വിളിച്ചാലും വന്ന എൻ്റെ തെറ്റ്. ഒരു കാര്യം ഞാൻ പറയാം, വളരെ എത്തിക്കലായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ പൈസ മൂക്കി കെട്ടിട്ടൊന്നുമല്ല തരാം. എടാ മോനെ ഹംസേ, മീത്തല സ്കൂളിൽ പണ്ട് മൂത്രപ്പുരയ്ക്ക് വേണ്ടി സമരം ചെയ്തവരാ നമ്മളൊക്കെ. ആ പഴയ ബന്ധത്തിന്റെ പുറത്താ ഇന്നെ കാണാൻ നമ്മൾ വന്നത്. എനിക്ക് പറ്റൂലെങ്കിൽ വേണ്ട, നമ്മൾ വേറെ വഴി നോക്കിക്കോളാം. ചങ്ങായി അതല്ല, പുറത്തിറങ്ങിയ സംഗതി പ്രശ്നമാവും. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവും. അബ്ദുൽ ഖാദർ ഏതാ എന്നറിയാലോ? ഡോ മാപ്പിളെ, നമ്മുടെ പയ്യൻ അത്ര മോശമൊന്നുമല്ല. പുന്നപ്പടി ഗോപാലമാഷ മോനോൻ ക്യാതറിങ് വരട്ടെ. തീ പാറും. ആരോള്? നമ്മളെ ഗോപാലമാഷ മോള. നമ്മുടെ പാച്ച അല്ലല്ല, MA മലയാളം. ചേച്ചിയാണ്. ഐ ലൈക്ക് ഇറ്റ്. എന്താ പേര്? സന്ധ്യ. ഇന്നു മുതലോള് സന്ധ്യയല്ല, എൻ്റെ ജീവിതത്തിൻ്റെ പ്രഭാതം. പ്രേമസുരഭിലമായ എൻ്റെ യൗവനത്തിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കട്ടെ? ഞാൻ ചെരുപ്പെടുക്കട്ടെ? കണ്ണീച്ചോരില്ലാണ്ട് ഇങ്ങനെ പ്രതികരിക്കരുത്. മാസങ്ങളായിട്ട് പുറകെ നടക്കുക ഞാൻ. 4 കിലോ കുറഞ്ഞു, 2 ചെരുപ്പ് മുട്ടി. അതൊന്നും നിനക്ക് പ്രശ്നമല്ല. ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നീ എനിക്ക് എന്റെ സ്നേഹം മിക്കവാറും എനിക്ക് കിട്ടും. സത്യം സത്യം. എനിക്കൊരാങ്ങളയുണ്ട്, വിനോദ്. ഓന്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടും. അതെനിക്ക് വേണ്ട. ദയവ് ഇത് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. നാട്ടിൽ ആരെങ്കിലും അറിഞ്ഞ പിന്നെ അത്തും മതി. നാട്ടുകാരെ പേടിച്ചിട്ടാണോ? നാട്ടുകാരെന്ത് വേണേ പറഞ്ഞോട്ടെ സന്ധ്യ. അവരെന്തെങ്കിലും പറഞ്ഞാ പിന്നെ എന്റെ അന്ത്യായിരിക്കും. എന്താ നിന്നുള്ളത്? ഇരിക്കുന്നേ. ഇരിക്കൂട്ടാ, ഇരിക്ക്. എന്താ കഴിക്കാൻ വേണ്ടേ? ചിക്കനോ മട്ടനോ? ചിക്കൻ. ചിക്കൻ. സോപ്പ് എണ്ണമയുണ്ടോ? ഓ, ടിഷ്യൂ പേപ്പർ എടുക്കട്ടെ? വേണ്ട. ഇനി എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എന്തിനും ഞാൻ കൂടി ഉണ്ടാവും.